ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുബിൾസ് ലേണിംഗ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ ഡിഗ്രി കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൽ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് നിങ്ങൾ CUET എക്സാമിന് എഴുതേണ്ടത്, എന്താണ് അവിടത്തേക്കുള്ള എലിജിബിലിറ്റി എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്കറിയാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി സൗത്ത് ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകുന്ന, ഏറ്റവും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പോണ്ടിച്ചേരി നിലനിൽക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ 5 റാങ്കിൽ നമ്മൾ പറയുന്ന യൂണിവേഴ്സിറ്റികളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി, ഡൽഹിയും JNUവും അലിഗഡും ജാമിയയും പോണ്ടിച്ചേരിയും ഒക്കെ. ഇതിൽ HCU ഒക്കെ അടക്കം. ഇതിൽ പോണ്ടിച്ചേരി വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരുപാട് നല്ല അലൂമിനസ് പഠിച്ചിറങ്ങിയിട്ടുള്ള, നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള, നല്ല ഒരു ആംബിയൻസ്, മലയാളികൾ കൂടുതലായിട്ടുള്ള, നല്ല എക്സ്പോഷർ ആയിട്ടുള്ള ഡിസ്കഷൻസും ടോക്സും പഠനങ്ങളും കൂട്ടായ്മകളും ഒക്കെയുള്ള, രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിലും സൗഹൃദ കൂട്ടായ്മകളായിട്ട് നോക്കുകയാണെങ്കിലും വളരെ നല്ലൊരു സ്ഥാപനം, വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. നമുക്കറിയാം വർഷം തോറും എത്ര നല്ല സെമിനാറുകൾ, നല്ല പ്ലേസ്മെന്റുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരി. ആ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ +1 ശേഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. മക്കളെയൊക്കെ അധികം ഡൽഹിയിലേക്കൊന്നും പറഞ്ഞയക്കാതെ സൗത്ത് ഭാഗത്ത് എവിടെയെങ്കിലും നോക്കണമെങ്കിൽ പെട്ടെന്ന് പോയി വരാൻ കഴിയുന്ന ഒരു സ്ഥലവും കൂടിയാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കാൻ ഏറ്റവും നല്ല ഓപ്ഷനാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെ ഏതൊക്കെ ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് BSc വിഷയങ്ങളാണ് ഒരുപാടുള്ളത്. ഓക്കെ, പോണ്ടിച്ചേരി വിഷയങ്ങൾ ഫസ്റ്റ് തന്നെ BSc ഹോണേഴ്സ് അപ്ലൈഡ് ജിയോളജി ആണ് ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് PCM ആണ് നിങ്ങൾ ഇതിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. +2 50% മാർക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, രണ്ടാമത് BSc ഹോണേഴ്സ് കെമിസ്ട്രി. അതിന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിന് ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. മാത്തമാറ്റിക്സോ ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസോ എഴുതിയാൽ മതി. ഫിസിക്സും കെമിസ്ട്രിയും മാൻഡേറ്ററി ആണ് ഇതിൽ. ഓക്കെ, ഇതിനും +2 50% മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. മൂന്നാമതായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിഗ്രി എന്ന് പറയുന്നത് BSc ഹോണേഴ്സ് ഫിസിക്സ് ആണ്. ഓക്കെ, ഈ ഫിസിക്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതേണ്ട പേപ്പേഴ്സ് ഫിസിക്സും മാത്തമാറ്റിക്സും, മൂന്നാമത്തത് കെമിസ്ട്രിയോ ബയോളജിയോ. അപ്പോൾ ഫിസിക്സും മാത്തമാറ്റിക്സും നിർബന്ധമാണ്. പിന്നെ മൂന്നാമത്തത് കെമിസ്ട്രിയോ ബയോളജിയോ, അതിലും +2 50% മാർക്കാണ് വേണ്ടത്. ഇനി രണ്ടാമത്തത് BSc ഹോണേഴ്സ് മാത്തമാറ്റിക്സ്. ഓക്കെ, ഇത് പുതുച്ചേരി മെയിൻ ക്യാമ്പസിലുണ്ട്, അതുപോലെ തന്നെ കരയ്ക്കൽ ക്യാമ്പസിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ 2 സ്ഥലത്തും നിങ്ങൾ ഒറ്റ പേപ്പർ എഴുതിയാൽ മതി, മാത്തമാറ്റിക്സ് മാത്രം. മാത്തമാറ്റിക്സ് ആണ് നിർബന്ധമായിട്ട് എഴുതേണ്ടത്. ഇതിന് രണ്ടിനും +2 50% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, +2 50% മാർക്ക് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇനി അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ 8ാമത്തെ ഒരു സബ്ജക്റ്റ് വരുന്ന BSc ഹോണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിന് പറയുന്നത് ഫിസിക്സും മാത്തമാറ്റിക്സും. മാത്തമാറ്റിക്സിനായിട്ട് പറയുന്നത് മാത്തമാറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ എഴുതിയാൽ മതി. മാത്തമാറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ എഴുതിയാൽ മതി. പിന്നെ കെമിസ്ട്രിയോ ബയോളജിയോ ബിസിനസ് സ്റ്റഡീസോ എഴുതിയാൽ മതി. ഓക്കെ, ഫസ്റ്റത്തേൽ മാത്രമേ ഒരു ഓപ്ഷൻ ഇല്ലാത്തുള്ളൂ. ഫിസിക്സ് നിർബന്ധമായി എഴുതണം. രണ്ടാമത്തേൽ നിങ്ങൾ എഴുതേണ്ടത് മാത്തമാറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ. മൂന്നാമത്തേൽ നിങ്ങൾ എഴുതേണ്ടത് കെമിസ്ട്രിയോ ബയോളജിയോ ബിസിനസ് സ്റ്റഡീസോ. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, 50% മാർക്ക് +2 നിർബന്ധമായി ഉണ്ടാവണം. കമ്പ്യൂട്ടർ സയൻസ് പുതുച്ചേരി മെയിൻ ക്യാമ്പസിലുണ്ട്, കരയ്ക്കൽ ക്യാമ്പസിൽ 2 സ്ഥലത്തും ഉണ്ട്. 2 സ്ഥലത്ത് ഇവർ പറയുന്നത് സെയിം ക്രൈറ്റീരിയ ആണ് കേട്ടോ, സെയിം ക്രൈറ്റീരിയ ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് BSc ഹോണേഴ്സ് സ്റ്റാറ്റിക്സ് ആണ്. സ്റ്റാറ്റിക്സിന് മാത്തമാറ്റിക്സും ഫിസിക്സും ആണ് നിങ്ങൾ എഴുതേണ്ടത്. +2 50% മാർക്കോട് കൂടെ പാസ്സാവുക. ഇനി BSc ഹോണേഴ്സ് ലൈഫ് സയൻസ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും PCB ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 നിങ്ങൾ എഴുതണം കേട്ടോ. അതുപോലെ തന്നെ 50% മാർക്ക് നിർബന്ധമാണ് +2. ഇനി BSc ഹോണേഴ്സ് ബയോ ഇൻഫർമാറ്റിക്സിന് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും. അതുപോലെ തന്നെ ഇതിനെന്തായിരിക്കണം, നിങ്ങൾ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഹയർ സെക്കൻഡറി +2 PUC സർട്ടിഫിക്കറ്റ് ഓർ ഈക്വലന്റ് സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സയൻസ്. ഇതിൽ നിർബന്ധമായിട്ടും പറയുന്നത് സയൻസ് കാറ്റഗറിയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും +2 കഴിഞ്ഞിരിക്കണം. ഏതിന്? ബയോ ഇൻഫർമാറ്റിക്സിന് കമ്പൾസറി ആണ് നിങ്ങൾ +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് തന്നെ വരണം എന്നുള്ളത് കേട്ടോ. ഇനി അടുത്തത് BSc ഹോണേഴ്സ് സൈക്കോളജി ആണ്. ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് സൈക്കോളജി മാത്രമേ എഴുതിയാൽ മതി, പേപ്പറായിട്ട് സൈക്കോളജി. അത് കരയ്ക്കൽ ക്യാമ്പസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് 50% മാർക്ക് +2 ഉണ്ടാവുക. ഇനി അടുത്ത BSc ഹോണേഴ്സ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇത് അധികം ആളൊന്നും പ്രിഫർ ചെയ്യാത്തൊരു കോഴ്സ് ആയിരിക്കും, പക്ഷേ അതിനും നോക്കുന്ന ആളുകൾ ഉണ്ടാവും. അതിന് അഗ്രികൾച്ചർ ഒന്നെങ്കിൽ എഴുതുക, ബയോളജി ഒന്നെങ്കിൽ എഴുതുക, എൻവിറോൺമെന്റൽ സ്റ്റഡീസ് എഴുതുക. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. +2 50% മാർക്കാണ് എലിജിബിലിറ്റി.
പിന്നെ ബി എ ഹോണേഴ്സ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിക്ക് അവിടെ ഡൊമൈൻ ടെസ്റ്റിന്റെ മാർക്ക് മാത്രമാണ് നോക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ 5 പേപ്പർ CUT എഴുതിയാൽ പോലും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഡൊമൈൻ ടെസ്റ്റ് നിങ്ങൾ വെച്ച് അപ്ലൈ ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഡൊമൈൻ ടെസ്റ്റ് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക അവിടെ പരിഗണിക്കാം. അപ്പോൾ അവർ എഴുതാൻ പറയുന്നത് ഒന്നെങ്കിൽ ഹിസ്റ്ററി എഴുതുക, അല്ലെങ്കിൽ ആന്ത്രപ്പോളജി, അല്ലെങ്കിൽ സോഷ്യോളജി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ നോളജ് ട്രഡീഷൻ പ്രാക്ടീസസ് ഇൻ ഇന്ത്യ. ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ എഴുതിയാൽ മതി, നിങ്ങൾ അവിടെ ക്വാളിഫൈ ആണ്. ഇതിൽ പറയുന്ന സീനിയർ സെക്കൻഡറി ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഓർ ഹയർ സെക്കൻഡറി 12th grade certificate obtained after successful completion of grade 2 or equivalent stage of education corresponding. ഇതിൽ വരുന്ന +2 നിങ്ങൾ എന്തായിരിക്കണം, സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിരിക്കണം അല്ലേ, അതിന്റെ ലീവിംഗ് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അല്ലേ 12th grade സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈമിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതിനാണ് ഹിസ്റ്ററിക്ക് നിർബന്ധമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി പൊളിറ്റിക്കൽ സയൻസിനും ഇതേ സെയിം ഒരു കാറ്റഗറിയാണ് വരുന്നത്. പൊളിറ്റിക്കൽ സയൻസിന് ചെറിയൊരു വ്യത്യാസം വരുന്നത്, പൊളിറ്റിക്കൽ സയൻസിലോ സോഷ്യോളജിയിലോ ഹിസ്റ്ററിയിലോ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. +2 50% മാർക്ക് ഉണ്ടാവണം. ഓക്കെ, ഇനി BSc ഹോണേഴ്സ് സോഷ്യോളജി. സോഷ്യോളജിക്ക് വരുന്നത് നമ്മൾ സോഷ്യോളജിയോ ഹിസ്റ്ററിയോ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇതിലും നമ്മൾ നേരത്തെ പൊളിറ്റിക്കൽ സയൻസിന് നമ്മൾ നേരത്തെ ഹിസ്റ്ററിക്ക് പറഞ്ഞ പോലെ ക്രൈറ്റീരിയ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് നമുക്ക് BA ഹോണേഴ്സ് ഫിലോസഫിയാണ്. ഫിലോസഫിക്ക് ഒരൊറ്റ സബ്ജക്റ്റ് നിങ്ങൾ എഴുതിയാൽ മതി, അത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, അതിൻ്റെ പേപ്പർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എന്ത് വരുന്നത്. ഇനി BA ഹോണേഴ്സ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതിൽ മാസ് മീഡിയയോ കമ്പ്യൂട്ടർ സയൻസോ സൈക്കോളജിയോ ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസോ ഇതിലേതെങ്കിലും ഒരു പേപ്പർ എഴുതിയാൽ മതി നിങ്ങൾ. ഓക്കെ, പാസ് ഇൻ +2 വിത്ത് മിനിമം 50% മാർക്ക് അല്ലേ, 50% മാർക്കോട് കൂടെ +2 പാസ് ആയാൽ മതി. അതാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സബ്ജക്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് BA ഹോണേഴ്സ് തമിഴ് വരുന്നുണ്ട്. തമിഴാണ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കേണ്ടത്. അതിനെന്തായിരിക്കണം, +2 തമിഴ് നിർബന്ധമായിട്ട് പാർട്ട് 1 പഠിച്ചിരിക്കണം. BA ഹോണേഴ്സ് എക്കണോമിക്സ് അടുത്ത് വരുന്നു. അതിന് എക്കണോമിക്സോ ബിസിനസ് എക്കണോമിക്സോ എഴുതുക. അതിലും പറയുന്ന നമുക്ക് ഹിസ്റ്ററി പറഞ്ഞ പോലെ സീനിയർ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി 12th grade അല്ലേ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒബ്റ്റൈൻഡ് ആയിരിക്കണം, സക്സസ്ഫുൾ കംപ്ലീഷൻ ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പാസ്സാവും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് കൊടുക്കാം നിർബന്ധമായിട്ടും അല്ലേ. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ UGC ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള 4 year എന്തായിട്ടുള്ള സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ കറസ്പോണ്ടിങ് ലെവൽ 4 ഫ്രം ബോർഡ് ഓഫ് റെക്കഗ്നൈസ്ഡ് ബൈ, അല്ലെങ്കിൽ ഗ്രേഡ് +2 ഈക്വൽ ആയിട്ടുള്ള UGC ഏതെങ്കിലും ഗവൺമെന്റ് ബോർഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആവണം അല്ലേ. നമ്മുടെ കേരളത്തിൽ +2 അത് തന്നെയാണ് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ CBSEയുടെ +2. ഇനി BA ഹോണേഴ്സ് ഇംഗ്ലീഷ് 2 സ്ഥലത്ത് വരുന്നുണ്ട്. കരൈക്കൽ ക്യാമ്പസിൽ പ്രൊഫഷണൽ ഇംഗ്ലീഷ് ആണ് വരുന്നത്. അതുപോലെ തന്നെ പുതുച്ചേരി ക്യാമ്പസിൽ കമ്മ്യൂണിറ്റി കോളേജിലാണ് വരുന്നത്. ഇവിടെ രണ്ടിനും നിങ്ങൾ എഴുതേണ്ടത് ഇംഗ്ലീഷിന്റെ പേപ്പറാണ് എഴുതേണ്ടത്. 2 സ്ഥലത്തും നിങ്ങൾ എന്തായിരിക്കണം, +2 പാസ്സായിരിക്കണം. പിന്നെ +2 പാസ്സായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇവർ പറയുന്നത്, 50% മാർക്ക് ഉണ്ടായിരിക്കണം ക്വാളിഫയിങ് ലെവൽ കേട്ടോ. പിന്നെ BA ഹോണേഴ്സ് ഫ്രഞ്ച്, ഇതിന് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഇതിന് ഒരുപാട് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഷുഡ് ഫ്രഞ്ച് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് ഹയർ സെക്കൻഡറി ലെവൽ അല്ലേ. ഹയർ സെക്കൻഡറി ലെവലിൽ നിങ്ങൾ എന്തായിരിക്കണം, ഫ്രഞ്ച് നിർബന്ധമായി പഠിച്ചിരിക്കണം. ഒരു ബക്കാലറിയേറ്റോ ഓർ ബ്രെവറ്റോ അല്ലെങ്കിൽ അതും +2 എന്തായിരിക്കണം സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കണം. പിന്നെ അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് സ്റ്റുഡൻറ്റ് ഹാസ് നോട്ട് സ്റ്റഡീഡ് ഫ്രഞ്ച് ആസ് സെക്കൻഡ് ലാംഗ്വേജ് ഹയർ സെക്കൻഡറി ലെവൽ ദ സ്റ്റുഡൻറ്റ് ഷുഡ് ഏദർ ഹാവ് സ്റ്റഡീഡ് ഫ്രഞ്ച് ഫ്രം ഇനി ഒരു +2 ഒരാൾ ഫ്രഞ്ച് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ലെവലിൽ അയാൾ എന്തായിരിക്കണം, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിട്ട് ഫ്രഞ്ച് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം A1 അതായത് A1 ലെവൽ അല്ലേ, DELF അല്ലേ, A1 ലെവലായിട്ടുള്ള ഫ്രഞ്ചിൻ്റെ ക്വാളിഫിക്കേഷൻ അയാൾക്ക് ഉണ്ടായിരിക്കണം അല്ലേ. CIF പാരീസ് നടത്തിയിട്ടുള്ള A1 DELF എക്സാമിനേഷൻ എന്തായിരിക്കണം നിർബന്ധമായിട്ടും ഇയാൾ പാസ്സായിരിക്കണം അവിടെ ഫ്രഞ്ച് പഠിക്കണമെങ്കിൽ. ഇനി അടുത്ത് BCOMിലേക്കാണ് വരുന്നത്. BCOM ഹോണേഴ്സ് ജനറൽ ക്യാമ്പസ് ജനറൽ വരുന്നുണ്ട്. എവിടെ, പുതുച്ചേരി മെയിൻ ക്യാമ്പസിലും കരയ്ക്കലും വരുന്നുണ്ട് കേട്ടോ. BCOM ഹോണേഴ്സ് അവിടെയും എഴുതാൻ പറയുന്നത് അക്കൗണ്ടൻസിയോ ബിസിനസ് സ്റ്റഡീസോ എക്കണോമിക്സോ കമ്പ്യൂട്ടർ സയൻസോ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. +2 50% മാർക്കോട് കൂടെ പാസ്സാവുക. പിന്നെ BCOM BBA ഹോണേഴ്സ് അതൊരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. പുതുച്ചേരി മെയിൻ ക്യാമ്പസിലുണ്ട്, കരയ്ക്കൽ ക്യാമ്പസിലുണ്ട് BBA. അതിൽ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് മാത്രം എഴുതിയാൽ മതി. ബിസിനസ് സ്റ്റഡീസ് എന്ന പേപ്പറിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടോ, നിങ്ങൾക്ക് കൂടുതൽ അതിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അഡ്മിഷൻ ലഭിക്കും. ആ പേപ്പർ മാത്രം മതി. +2 50% മാർക്ക് ഉണ്ടായാൽ മതി കേട്ടോ. ഇനി അതുപോലെ തന്നെ BPA അല്ലേ, BPA എന്ന് പറഞ്ഞാൽ ഡ്രാമ ആൻഡ് തിയേറ്റർ ആർട്സ്. ഇതിൽ പെർഫോമിംഗ് ആർട്സോ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ എഴുതുക, +2 50% മാർക്ക് ഉണ്ടാവുക. BVA ഹോണേഴ്സ് അല്ലേ, അതിൽ BVA ഹോണേഴ്സ് പെയിന്റിംഗ് ആണ്, വിഷ്വൽ ആർട്സിൽ വരുന്നത്. ഇതിൽ നിങ്ങൾ എഴുതേണ്ടത് ഒന്നെങ്കിൽ ഫൈൻ ആർട്സ് പേപ്പർ എഴുതുക, അല്ലെങ്കിൽ വിഷ്വൽ ആർട്സ് പേപ്പർ എഴുതുക, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആർട്സ് പേപ്പർ എഴുതുക. +2 50% മാർക്ക് ഉണ്ടായിരിക്കണം.
ഇനി അടുത്ത് വരുന്ന BTech ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരിയിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് BTech പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരിയും BTech പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടുത്തെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടുത്തെ അലൂമിനസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നിങ്ങൾ ഏത് BTech കാര്യങ്ങൾക്കാണ് പോവേണ്ടത്, ഏത് യൂണിവേഴ്സിറ്റിയാണ് ചൂസ് ചെയ്യേണ്ടത്. ഏറ്റവും നല്ല പ്ലേസ്മെന്റും ഏറ്റവും നല്ല BTech എഞ്ചിനീയറിംഗ് ഉള്ള യൂണിവേഴ്സിറ്റി നോക്കിയിട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവിടെ നിങ്ങൾ എഴുതേണ്ടിയിരിക്കുന്നത് മാത്തമാറ്റിക്സ് എഴുതണം, ഫിസിക്സ് എഴുതിയിരിക്കണം, മൂന്നാമതായിട്ട് കെമിസ്ട്രിയോ കമ്പ്യൂട്ടർ സയൻസോ എഴുതണം. ഓക്കെ, ഇതിൽ അവരൊരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് ദ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഓഫ് ദ കരിക്കുലം അക്കാഡമിക് സ്ട്രീം പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡിഫറെന്റ് സ്റ്റേറ്റ് ബോർഡ്, സെൻട്രൽ ബോർഡ്സ് ഓർ അതർ എക്സാമിനേഷൻ ഇക്വലന്റ് വിത്ത് ദർ 45% മാർക്സ്, 40 മാർക്സ് ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ്സ് ബിലോങ് ടു റിസർവ്ഡ് കാറ്റഗറി ഇൻ ഗ്രേഡ് സബ്ജക്ട്. ഓക്കെ, നിങ്ങളുടെ സ്റ്റേറ്റിലുള്ള +2 45% കൂടെ മാർക്ക് പാസ്സാവണം. 50% അല്ല. ഇനി SC ST ആണെങ്കിൽ 40% മതി. പിന്നെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടത് മാത്തമാറ്റിക്സോ അപ്ലൈഡ് മാത്തമാറ്റിക്സോ പഠിക്കണം. ഫിസിക്സും താഴെ പറയുന്ന മൂന്നെണ്ണത്തവയിൽ, അതായത് കെമിസ്ട്രിയിലോ കമ്പ്യൂട്ടർ സയൻസോ ഇൻഫർമാറ്റിക് പ്രാക്ടീസിലോ ഏതെങ്കിലും ഒന്നും പഠിച്ചിരിക്കണം. അപ്പോൾ ഏതൊക്കെ പഠിക്കണം? മാത്തമാറ്റിക്സോ അപ്ലൈഡ് മാത്തമാറ്റിക്സോ പഠിക്കണം, ഫിസിക്സും നിർബന്ധമായി പഠിക്കണം, പിന്നെ കെമിസ്ട്രിയിലും കമ്പ്യൂട്ടർ സയൻസോ ഇൻഫർമാറ്റിക് പ്രാക്ടീസോ ഇതിലേതെങ്കിലും ഒന്നും പഠിക്കണം. ഇനി അടുത്ത BTech വരുന്നത്, ഇവിടെ കുറേ BTech ഉണ്ട്. അടുത്തത് എനർജി ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഇതിൽ നിങ്ങൾ എഴുതേണ്ടത് മാത്തമാറ്റിക്സ് എഴുതണം, ഫിസിക്സ് എഴുതണം, മൂന്നാമതായിട്ട് കെമിസ്ട്രിയോ ബയോളജിയോ എൻവിറോൺമെന്റൽ സ്റ്റഡീസോ കമ്പ്യൂട്ടർ സയൻസോ ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഫിസിക്സും മാത്തമാറ്റിക്സും കമ്പൾസറി ആണ്. +2 50% മാർക്കോടുകൂടെ പാസ്സാവണം, മസ്റ്റാണ്. മാത്സും ഫിസിക്സും കെമിസ്ട്രിയും നിർബന്ധമായി പഠിക്കുകയും വേണം. BTech എനർജി സയൻസ് ആൻഡ് ടെക്നോളജി അവിടെ എടുക്കാൻ കേട്ടോ. BTech അടുത്തത് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. BTech മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അവിടെ അവർ ചോദിക്കുന്നത് നിർബന്ധമായിട്ടും മാത്തമാറ്റിക്സും ഫിസിക്സും എഴുതണം. മൂന്നാമത്തെ നിങ്ങളുടെ ഓപ്ഷനാണ് കെമിസ്ട്രിയോ ബയോളജിയോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ സ്റ്റഡീസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, +2 50% മാർക്ക് കമ്പൾസറി ആണ്. മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിരിക്കലും നിർബന്ധമാണ് +2. അടുത്ത BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇതിൽ മാത്തമാറ്റിക്സും ഫിസിക്സും നിർബന്ധമായി നിങ്ങൾ CUET എക്സാമിൽ എഴുതണം. പിന്നെ കെമിസ്ട്രിയോ ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസോ ഇതിലേതെങ്കിലും ഒന്ന് എഴുതാം, മൂന്നാമത്തെ ഡൊമൈൻ ആയിട്ട് കേട്ടോ. പിന്നെ ഇവർ നിർബന്ധമായും പറയുന്നത് എന്താണ്? 45% മിനിമം മാർക്ക് നിർബന്ധമായിട്ടും വേണം കേട്ടോ +2. അതുപോലെ തന്നെ BTech എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗിന് പറയുന്നത് മാത്തമാറ്റിക്സ് CUETക്ക് നിർബന്ധമായി എഴുതണം, കെമിസ്ട്രിയും എഴുതണം, പിന്നെ ഫിസിക്സോ ബയോളജിയോ എൻവിറോൺമെന്റൽ സ്റ്റഡീസോ ഇതിലേതെങ്കിലും ഒന്ന് എഴുതാം കേട്ടോ. ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും. ഇവർ നേരത്തെ പറഞ്ഞ പോലെ 45% മാർക്ക് ഉണ്ടാവണം. SC ആണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, OBC ST ഒക്കെ ആണെങ്കിൽ അവർക്കൊരു റിലാക്സേഷൻ ഉണ്ടാവും. നിർബന്ധമായിട്ടും മാത്സ് പഠിച്ചിരിക്കണം, കെമിസ്ട്രി പഠിച്ചിരിക്കണം, ഇനി അല്ലെങ്കിൽ ഫിസിക്സിലോ ബയോടെക്നോളജിയോ കമ്പ്യൂട്ടർ സയൻസോ ITയോ ബയോളജിയോ ബോട്ടണിയോ സുവോളജിയോ ഇതിലേതെങ്കിലും ഒന്നും പഠിച്ചിരിക്കണം. പിന്നെ പറയുന്നത് എക്സാമിനേഷൻ ഓഫ് എനി യൂണിവേഴ്സിറ്റി ഓതറൈസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾ +2 ആ ലെവലെല്ലാം പഠിച്ചില്ലെങ്കിൽ UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ +2ൻ്റെ എക്സാമിനേഷൻ പാസ്സായിരിക്കണം, ആ വിഷയത്തിലുള്ള എക്സാമിനേഷൻ പാസ്സായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അടുത്തത് ഏത് BTech ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? അടുത്ത BTech MBA ആണ്. 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം. അത് അവിടുത്തെ ഒരു കോഴ്സാണ്. അതിൽ നിങ്ങൾ എഴുതേണ്ടത് മാത്തമാറ്റിക്സോ അപ്ലൈഡ് മാത്തമാറ്റിക്സോ ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ അവിടെ നിങ്ങൾ 50% മാർക്കോട് കൂടെ +2 പാസ്സാവണം. നിർബന്ധമായിട്ടും എന്തായിരിക്കണം? മാത്തമാറ്റിക്സോ ബിസിനസ് മാത്തമാറ്റിക്സോ +2 ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇനി അടുത്ത ഒരു പ്രോഗ്രാം പറയുന്നത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് CL ആണ്. CAL അത് പറയുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ, അല്ലെ, സോഷ്യോളജി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇതിൻ്റെ ഒരു നിങ്ങൾ CUET എക്സാമിൽ എഴുതേണ്ട പേപ്പേഴ്സ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് നിർബന്ധം എഴുതേണ്ടത്. ഇതിൻ്റെ ക്രൈറ്റീരിയ, ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എലിജിബിലിറ്റി വരുന്നത് ഒന്നാമത്തെ കാൻഡിഡേറ്റ് സീക്കിംഗ് അഡ്മിഷൻ ഫോർ MA SCL 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം കോഴ്സ് ആർ റിക്വയർഡ് ടു പാസ് ഹയർ സെക്കൻഡറി ഇന്റർമീഡിയറ്റ് ഓർ സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ്. +2 നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം അയാൾ. രണ്ടാമതായിട്ട് അയാൾ അല്ലെങ്കിൽ എന്തായിരിക്കണം? ഒരു പ്രീ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അയാൾ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ ഫ്രഞ്ച് ബക്കാവലറേറ്റ് ഓർ എനി അതർ ക്വാളിഫിക്കേഷൻ ഈക്വലന്റ് above mentioned qualification of approved by the academic council of the university. അല്ലേ, ഫ്രഞ്ച് ബക്കാലറേറ്റ് എന്തായിരിക്കണം? അതോ അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള
മേലത്തെ ക്വാളിഫിക്കേഷൻ ഈക്വൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു +2 പാസ്സായിരിക്കണം. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് മിനിമം സ്കോർ ഓഫ് 50% ഇൻ ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ. അല്ലേ, ക്വാളിഫയിങ് എക്സാം ആയിട്ടുള്ള ഈ മുകളിൽ പറഞ്ഞ ഈ എക്സാമുകൾ അല്ലെങ്കിൽ +2 നമ്മുടെ നാട്ടിലെ +2 എക്സാമിലൊക്കെ 50% മാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇതാണ് നമുക്ക് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഇത്രയും കോഴ്സുകളാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ബിടെക്കുകൾ ഉണ്ട്. അപ്പോൾ ബിടെക്കിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പേപ്പർ ചെയ്യുന്ന ക്രൈറ്റീരിയ ഈ PDF നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും. അപ്പോൾ താഴെയുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മളവർ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റ് നിർബന്ധമായിട്ടും ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും കഴിയും ഈ ഡീറ്റെയിൽസ്. അപ്പോൾ എന്ത് ചെയ്യാം, ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം. ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ട കോഴ്സിൻ്റെ ഏതൊക്കെയാണ് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുക. എന്നിട്ട് എക്സാം ചെയ്ത് നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ട് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാനാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് CUET UG എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് അവിടുത്തെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ സഹായിക്കും. നമുക്ക് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ഡെസ്ക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. താഴെയുള്ള നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് വഴി നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇനി നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 3 ബാച്ചും CUET UG ജനറൽ ടെസ്റ്റ് ബാച്ച്, അതുപോലെ തന്നെ CUET UG സയൻസ് ബാച്ച്, CUET UG കൊമേഴ്സ് ബാച്ച് ഉണ്ട്, CUET UG ഹ്യൂമാനിറ്റീസ് ബാച്ച്. 3 വിഷയത്തിലും നമുക്ക് ബാച്ച് അവൈലബിൾ ആണ്. നിങ്ങളുടെ അധികം സമയം കളയാതെ നിങ്ങൾ ഇപ്പം തന്നെ എജ്യൂബിൾസ് ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഞങ്ങളുടെ ഡെമോ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി അലൂമിനസും എക്സ്പേർട്ട് ഫാക്കൽറ്റികളെ നയിക്കുന്ന ബാച്ചാണ് നമുക്കുള്ളത്. അപ്പോൾ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടിട്ട് എന്ത് ചെയ്യും, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ഈ ഒട്ടും സമയം കളയേണ്ട. ജനുവരി 20-നാണ് ഞങ്ങളുടെ 3ാമത്തെ ബാച്ച് ആരംഭിക്കുന്നത്. താഴെയുള്ള അഡ്മിഷൻ കൗൺസിലർ നമ്പറിൽ കണക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ഞങ്ങളുമായി കണക്ട് ചെയ്യും. ഓക്കെ, നന്ദി.